Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ മറ്റുള്ള വ്ളോഗിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ. മറ്റുള്ള വ്ളോഗിലൊക്കെ കുറച്ച് തിരക്ക് പിടിച്ചിട്ട് കേക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്ക് പിടിച്ചിട്ടുള്ള വിശേഷങ്ങളായിരിക്കുമല്ലോ. ഇന്നത്തെ വ്ളോഗിൽ ഒരു റിലാക്സ് ആയിട്ടുള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഒരു 4 മണിക്ക് ശേഷമാണ് കിച്ചണിൽ വന്നപ്പോൾ ഇതാ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നാണ് എന്താ പറയുക ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ടതിൻ്റെ ശേഷം ഇതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെക്കണുണ്ട്. ഇനി ഇതിലേക്ക് എന്താ പറയുക സ്നാക്സായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സമൂസ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ചിക്കന് കുക്കായി വന്നതിൻ്റെ ശേഷം അതിൽ നിന്ന് എടുത്തിട്ട് വേണം സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ റെഡി ആവണുണ്ട്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിൻ്റെ ശേഷം അതിലേക്ക് വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. വലിയ ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം അതിലേക്കൊരു മീഡിയം സൈസിൽ ഉള്ള ഒരു 3 ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും പിന്നെ ഒരു 3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് കുറച്ച് എരിവ് കുറഞ്ഞിട്ടുള്ള മുളകാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ നേരം ഞങ്ങൾക്ക് അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ പരന്ന് കിടക്കുന്നുണ്ടായിരിക്കുമല്ലോ, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ പാത്രം ആവണതിൻ്റെ മുന്നേ തന്നെ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കഴുകിയെടുക്കും. പിന്നെ നമുക്ക് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം കഴുകലും അതുപോലെ വെള്ളം അടുപ്പത്തിടലും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയും അതുപോലെ 1 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കനും അതുപോലെ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില സാധാരണയായിട്ട് നമ്മൾ എടുത്തിട്ട് കുറച്ച് കവറിലാക്കി വെക്കാറാണുള്ളത്. അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചില ഇലകളൊക്കെ കേട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഇതിൽ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചൂടാറി കഴിഞ്ഞതിൻ്റെ ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു 1.5 കപ്പോളം ചിക്കൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫില്ലിങ്സ് ഇവിടെ റെഡിയായി സമൂസയിലേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ രാത്രി ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പച്ചമുളകും പിന്നെ കുറച്ച് മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് എന്താ പറയുക അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മണ്ണിൻ്റെ ചട്ടിയിലാണ് ഈ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ.
അപ്പോൾ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കും. വറ്റി വന്നതിൻ്റെ ശേഷം അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കാറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തായിട്ട് നമുക്ക് ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുള്ളത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ കുറച്ച് ഫ്ലാസ്കിലേക്കൊക്കെ എടുത്തതിൻ്റെ ശേഷമാണ് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ കടിയായിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണുണ്ട്, കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് കേട്ടോ. പിന്നെ അപ്പോൾ അതവിടെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമേ പുട്ട് ഉണ്ടാക്കുള്ളൂ കേട്ടോ. അതവിടെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ പുട്ട് ചൂടോടുകൂടി കഴിക്കാനാണല്ലോ ഒന്നുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ഞാനിവിടെ സമൂസൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഈ ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് കുറച്ച് സമൂസ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തായിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടാക്കാത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കറി റെഡിയായി കേട്ടോ. ഇനി സ്നാക്സായിട്ട് സമൂസ ഞാൻ പറഞ്ഞു കുറച്ച് സമൂസ കിട്ടിയുള്ളൂന്നേ. അപ്പോൾ അത് എല്ലാവർക്കും കഴിക്കുമ്പോൾ ചിലപ്പോൾ തികഞ്ഞെന്ന് വരില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കാടമുട്ട ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടൊന്ന് ബജി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ കാടമുട്ട കുറച്ച് എടുത്തിട്ട് പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്, അതുപോലെ മൈദപ്പൊടി കേട്ടോ. കടലമാവ് കുറച്ച് കൂടുതൽ വേണം, മൈദപ്പൊടി കുറച്ച് മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല കട്ടിയിലാക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു സമയത്തായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം, നന്നായിരിക്കും ഒന്നിങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഓരോ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനനുസരിച്ച് പാത്രങ്ങൾ ഇങ്ങനെ കിച്ചണിൽ പരന്ന് കിടക്കില്ല. അപ്പോൾ ഓരോന്ന് കഴിയുന്നതിനനുസരിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പാത്രം കഴുകാനുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം അടുത്ത ജോലി തുടങ്ങണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്തായിട്ട് ഞാൻ ലൈം ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന ടൈമിൽ ലൈം പാടില്ല എന്ന് എല്ലാവരും പറയും. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാണല്ലോ. അത് കുടിച്ചാൽ നോമ്പ് തുറക്കുമ്പോൾ ആ ഒരു എനർജി കിട്ടുള്ളൂ എന്നാണ് കേട്ടോ. അപ്പോൾ ലൈം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങ ചിരകി വെക്കുകയാണ്. ഇനി സ്നാക്സ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. മുട്ട ബജിയും അതുപോലെ സമൂസയാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ മുട്ട ബജി ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് ഇതുപോലെ സ്നാക്സ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാറുള്ളത് കേട്ടോ. കുറച്ച് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചൂടൊക്കെ പോവുമല്ലോ. അപ്പോൾ ഞാനിവിടെ ആദ്യം മുട്ട ബജിയാണ് ഫ്രൈ ചെയ്യണത്. ഈ മുട്ട ബജി ഉണ്ടാക്കുന്ന ടൈമിൽ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് കുറച്ച് ബജി ഉണ്ടാക്കി കാണിക്കും, പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം സമൂസ. അപ്പോൾ ഈ ഒരു വീഡിയോ അത്യാവശ്യം എടുത്തതിന് ശേഷം ഈ ഒരു ക്യാമറ മാറ്റി വെക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ക്യാമറ മുന്നിലുണ്ടായിരിക്കുമ്പോൾ കുക്കിംഗ് തന്നെ എന്താ പറയുക, എന്തോ ഒരു ബുദ്ധിമുട്ടാണല്ലോ. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഫോൺ അവിടെ മാറ്റി വെക്കാറാണുള്ളത്. ഈ ഒരു സമയത്തായിട്ട് മുട്ട ബജി ഫ്രൈ ചെയ്യണ സമയത്തായിട്ട് പൊട്ടിത്തെറിച്ചു കിട്ടാം. അങ്ങനെ മോൻ്റെ മേൽക്കായിട്ടുണ്ടായിരുന്നു, ചെറിയ മോന് താഴെ ഉണ്ടായിരുന്നു, അവൻ്റെ നെറ്റിയിലും അതുപോലെ കഴുത്തിലൊക്കെ ആയി. അങ്ങനെ കുറച്ചൊരു ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന ടൈമിൽ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ മക്കളൊന്നും അങ്ങനെ ശ്രദ്ധിക്കണം എന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ അടുപ്പിൻ്റെ അടുത്തും അതുപോലെ ഗ്യാസിൻ്റെ അടുത്തൊക്കെ മക്കൾ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെയാണ് മക്കൾ ഉണ്ടായിരിക്കുക എന്താണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ നല്ല തിരക്കിലായിരിക്കും.
എല്ലാം ഒരേ ടൈമിൽ റെഡിയാക്കി എടുക്കേണ്ടതല്ലേ. അപ്പോൾ ജ്യൂസും അതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യണതൊക്കെ ഹസ്ബൻഡാണ്, അതവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, മോൻ്റെ മേലിൽ അങ്ങനെ എണ്ണ ആയപ്പോൾ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബാങ്ക് കൊടുക്കാൻ കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ, ബാങ്ക് കൊടുക്കണം കൂടി നോക്കിയിട്ട്. അപ്പോൾ ഞങ്ങളെ ഫ്രണ്ടിൽ തന്നെയാണ് പള്ളി ഉള്ളത്. അപ്പോൾ ബാങ്ക് കൊടുക്കണതൊക്കെ ഞങ്ങൾക്ക് നല്ലോണം കേൾക്കാം കേട്ടോ. ഫ്രണ്ടിലായിട്ട് കാണുന്നത് പള്ളിയാണ്. അപ്പോൾ മോനിവിടെ പുറത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ മോൻ്റെ നെറ്റിയിലായിട്ടാണ് ഈ ഒരു ബജി ഉണ്ടാകുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ടേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ. അതുപോലെ കഴുത്തിൽ ബാക്ക് സൈഡിലായിട്ടും ചെറുതായിട്ടൊന്നും പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളെ വെച്ചിട്ട് കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.